Hello friends, എല്ലാവർക്കും കൂടി Ammus Creation ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് കാണുന്നത്. ടോപ്പ് മെറ്റീരിയലിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ്, പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കാണാൻ ഞാൻ കോട്ടൺ മെറ്റീരിയൽ ആണ്, മെറൂൺ കളർ കോട്ടൺ മെറ്റീരിയലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു വി നെക്കാണ്. വി നെക്കിൻ്റെ താഴെ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കടായി കമ്മലാണ് ചെയ്തിരിക്കുന്നത്. കടായി കമ്മൽ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം, ഒരു കളറ് വേറെ ബ്രിട്ടീഷ് ഗോൾഡൻ കളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ത്രെഡ്. മറ്റേത് കുറച്ചും കൂടെ ഈ ഒരു ഷെയ്ഡിനോട് കുറച്ചുകൂടെ വ്യത്യാസമുള്ളത്, ഒത്തിരി ഡാർക്ക് എന്ന് പറയാം, ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ. വേറെ എവിടെയും വർക്ക് വന്നിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ മെറ്റീരിയൽ സിമ്പിളായിട്ട് ഇങ്ങനെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മേടിക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഞാൻ പറഞ്ഞു വി നെക്കാണ്. ഇതിൻ്റെ വിഡ്ത്ത് നോർമലായിട്ട് വരുന്നത് 7.5 ആ ഒരു വിഡ്ത്തിലാണ് ഇതിൻ്റെ വൈഡ്നെസ്, നെക്കിൻ്റെ വൈഡ്നെസ് വരുന്നത്. ഡെപ്തും അതുപോലെ തന്നെ 5.5 ആണ് ഡെപ്ത് വരുന്നത്. നോർമലി എല്ലാവർക്കും വരുന്ന ഒരു ഡെപ്ത് അതാണ് വന്നത്. ഇത് ഒരു ഡയമെൻഷൻ സ്ക്വയർ ബോക്സ് ആണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഞാൻ വീഡിയോയുടെ അവസാനം ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ 1, 2, 3 വട്ടം തയ്ക്കാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഒരു സ്ക്വയർ ബോക്സിൽ തന്നെ നിർത്തിയിരിക്കുക. അതുപോലെ തന്നെ സ്ലീവ്സിൽ വേണമെങ്കിൽ ഇവിടെ ക്രോസ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. സ്ലീവ്സിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് സ്റ്റിച്ച് തയ്ക്കാം. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം ഇത് റെഡി ഫോർ സെയിലാണ്. അപ്പം ഒറ്റ പീസേ ഉള്ളൂ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 750 റുപ്പീസാണ്. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത്. അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവർ അത് ഉടനെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് കണ്ടു നോക്കാം. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇതാണ് ചുരിദാറിൻ്റെ ടോപ്പ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ഞാൻ വി ഷേപ്പിലാണ് നെക്ക് വരച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഡിസൈൻ വന്നത്. ആ സ്ക്വയർ ഷേപ്പിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കടായി കമ്മൽ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വേണ്ടി വരുന്ന ത്രെഡ് ഇതൊക്കെയാണ്. പേൾ കോട്ടൺ ത്രെഡാണ്. ഞാൻ കടായി കമ്മൽ ആയതുകൊണ്ട് പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡ്, നോർമൽ ത്രെഡ് ഇട്ടാണെങ്കിലും തയ്ക്കാം, കുഴപ്പമില്ല. കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത് തയ്ക്കാനായിട്ട്. പ്ലസ് നമുക്ക് യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നീഡിൽ. അത് നോർമൽ നീഡിൽ 6 സ്ട്രാൻഡ്സ് കയറുന്ന ഏത് നീഡിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന നമ്പർ തന്നെ വേണം എന്നൊന്നുമില്ല. 6 സ്ട്രാൻഡ്സ് കയറുന്ന ഇവിടുത്തെ ഐ ഹോള് കുറച്ച് ബിഗായിട്ടുള്ളത് എടുക്കുക, ആ നീഡിലെടുക്കുക. പിന്നെ ഒരു ഫ്രെയിം, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇവിടെ എടുക്കുന്ന ഫ്രെയിം തീരെ സ്മോൾ സൈസ് ഫ്രെയിമാണ്. എന്ന് വെച്ചാൽ കൃത്യം ഇത് കയറാം, ഇതിൻ്റെ കോർണേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കും. ആ രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിതെടുക്കാൻ കാര്യം, നിങ്ങൾ കുറച്ചും കൂടെ വലുതെടുക്കാം. കുഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കുമ്പം എനിക്ക് പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുഞ്ഞിതെടുത്തത്. ബിഗ് സൈസ് ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രെയിം ഇടുന്നത് ചിലവർക്ക് ഡൗട്ടുണ്ട്. ഈ പോർഷനാണ് തുണിയുടെ താഴെ വെക്കുന്നത്, ഇതാണ് മേളിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടായി കമ്മലാണ് തയ്ക്കുന്നത്. കടായി കമ്മൽ 2 എണ്ണം ഈ കളറും ക്രീം കളർ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് ബ്രിട്ടീഷ് കളർ എന്ന് പറഞ്ഞാൽ ആ കളറ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്, പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട്. ബാക്കി 2 എണ്ണം മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ടുമാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്ട്രാൻഡ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അങ്ങ് എടുത്ത് കോർത്ത് താഴെ കെട്ടിയിട്ട് വെച്ചേക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് പോലെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ ത്രെഡായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെണ്ണെങ്കിലും 2 എണ്ണത്തിന് ഈ ബ്രിട്ടീഷ് കളറും ബാക്കി 2 എണ്ണം മെറൂണും. അപ്പോൾ ഞാൻ ഈ 2 എണ്ണമാണ് ബ്രിട്ടീഷ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കുമ്പം നല്ല വലിഞ്ഞിരിക്കണം ഫ്രെയിം, എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത്, ലെഗ്സാണ് തയ്ക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസാണ് തയ്ക്കുന്നത് ആദ്യം.
ഇപ്പോൾ സ്റ്റെപ്പ് പോലെ ഉള്ളിടത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ട്, ഇനി ഇവിടെയാണ് ഒരു സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയും തയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് തന്നെ എടുത്തിട്ട് മേളിലോട്ട് കൊണ്ടുപോവുക. അത് എങ്ങനെ വേണമെങ്കിലും ഓരോ ആൾക്കാരുടെ ഇതുപോലെ ചെയ്യാം, പക്ഷേ മേളിൽ നിന്ന് താഴത്തോട്ട് ചെയ്യുന്നതാണ് നല്ലത് വരുന്നത്. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിലൊക്കെ മറ്റേപാട് സ്റ്റെപ്പ് തയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ അവിടെ കൂടെ ത്രെഡ് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു പ്രാക്ടീസ് വേണ്ട, ഇങ്ങനെ തന്നെ താഴത്തുനിന്ന് തന്നെ കുത്തി മേളിലോട്ട് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കടായി കമ്മലിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്ക്കുമ്പം 6 കാലാണ് വരുന്നത്. അപ്പോൾ ചില ഡിസൈൻ്റെ അകത്ത് ഇങ്ങനെ 6 സ്റ്റെപ്സിന് ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈൻ നമ്മൾ തയ്ക്കുന്നതിന് പകരം കുറച്ചും കൂടെ കൂടുതലും കുറവുമായിട്ടുള്ള പാറ്റേൺസും ഉണ്ട്. അപ്പോൾ അതിനും ഇപ്പോൾ നമ്മൾ കടായി കമ്മൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ വല്ലതും സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലെഗ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് സൈഡിൽ നമ്മൾ ഇവിടെയാണ് താത്തിയത്, വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതല്ല ഈ സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഏത് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഏറ്റവും താഴത്തെ ഈ ലെഗിൻ്റെ ക്ലോസ് ആയിട്ട് തന്നെ നമ്മൾ കുത്തിയെടുക്കുക. ഇത്തിരി ദൂരത്ത് കൊണ്ടൊന്ന് കുത്തിയെടുക്കരുത്, നിയർ ബൈ തന്നെ ആയിട്ട് കുത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ ഇതിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെ, ഇതിൻ്റെ മേലിൽ കൂടെ ഇതിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെയായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് ഒത്തിരി ഒത്തിരി വലിച്ച് കൂട്ടണ്ട, പയ്യൊന്ന് ചെയ്തയച്ചാൽ മതി. ഇനി നേരെ ഓപ്പോസിറ്റ്, ഇതിൻ്റെ മേലിൽ കൂടെ താഴത്തേക്കൂടെയാണ് വന്നത്, ഇനി മേലിൽ കൂടെ പോകണം. ഇതിൻ്റെ താഴത്തേക്കൂടെ മേലിൽ താഴത്തേക്കൂടെ അങ്ങനെ നമ്മൾ തിരിച്ചും അങ്ങനെ പോരുക. ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ഈ ഒരു പെറ്റൽ മുഴുവൻ തയ്ച്ച് തീർക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം, ഇതിങ്ങനെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൂചി വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് താത്തി കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അടുത്ത് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് 2 വട്ടമൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളും. പിന്നെ ഈ ടിപ്പ് കൊണ്ട്, നീഡിലെ ടിപ്പും കൊണ്ട് ഇങ്ങനെ പകരം പാങ്കറിൻ്റെയൊക്കെ ത്രെഡ് ആണെങ്കിൽ 6 സ്ട്രാൻഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ടിപ്പ് പോയിൻ്റ് ആയതുകൊണ്ട് നൂലിൻ്റെ ഇടയിലോട്ട് കയറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നീഡിലിൻ്റെ ബാക്ക് സൈഡും കൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ അത്രയും ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് കയറില്ല. ഇങ്ങനെ പാസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എന്നിട്ട് തിരിച്ചിങ്ങനെ തന്നെ അങ്ങോട്ടേക്കും പോവുക. അത് കുറച്ചുകൂടെ എളുപ്പം ആയിട്ട് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ തയ്ച്ചാലും കുഴപ്പമില്ല, നീഡിലിൻ്റെ ബാക്ക് വേണമെന്നൊന്നുമില്ല. അതിങ്ങനെ ഉടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു മെത്തേഡാണ്. മറ്റു ടിപ്പ് വെച്ചിട്ട് ചെയ്താലും പാസ് ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ താത്തി കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഫില്ലിങ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 6 ഇഴയുള്ളതുകൊണ്ട് നല്ല കട്ടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫില്ല് ചെയ്ത് തീരും. പേൾ കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താത്തി കൊടുക്കണം, എന്നാലാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുള്ളൂ. ആ ഗ്യാപ്പ് ഇരുന്നാൽ വലിയ കാണാനുള്ള ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡും തയ്ച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ 2 ലെഗ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കഴിഞ്ഞു. ഈ 2 ലെഗ്സിലോട്ട് മാത്രം നമ്മൾ തയ്ക്കണം. ഇത് കടായി കമ്മലിന് ലെഗ്സ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ നീണ്ട് വെക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, കുറച്ച് പോർഷൻ നീണ്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ എത്തുമ്പോൾ 2 സൈഡിലും നിർത്തുക, എന്നിട്ട് അടുത്ത ഇതിലോട്ട് പോവുക. അങ്ങനെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. 2 രീതിയിൽ തയ്ച്ചാലും ഭംഗിയുണ്ട്.
നമ്മളിപ്പോൾ ഇത്രയും തയ്ച്ചാലും ഇതിൻ്റെ മേളിൽ മാത്രമേ ത്രെഡിൻ്റെ ഇത് കാണത്തുള്ളൂ. താഴെ ഇതിൻ്റെ ത്രെഡിൻ്റെ ആകെ ആ കാല് തയ്ച്ചതിൻ്റെ മാത്രം ത്രെഡായിരിക്കും തുണിയുടെ താഴെ കാണത്തുള്ളൂ. നമ്മൾ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമുക്ക് തയ്ച്ച് തീർക്കാം. ഇവിടെയുള്ള എല്ലാ പെറ്റൽസും തയ്ച്ചിട്ട് ബാക്കിയത്തെ കാണാം. അപ്പോൾ ഇതുപോലെ കാലിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഭംഗിയായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തയ്ച്ച് തീർത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ കടായി കമ്മൽ വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ നടുക്ക് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ വീറ്റിഷ് ഗോൾഡൻ കളറിൽ നമ്മൾ മെറൂൺ കളർ വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യണത്. ഈ മെറൂൺ കളർ കടായി കമ്മലിൻ്റെ സെൻറ്ററിൽ വീറ്റിഷ് ബ്രൗൺ കളർ ത്രെഡും വെച്ചാണ് ഓപ്പോസിറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ സർക്കിൾ ഫോം ചെയ്തിട്ട് ഉള്ളിലോട്ട് ഫില്ല് ചെയ്യണതാണ്. ഞാൻ നേരത്തെയും പറയാറുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. അല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ ഔട്ട്ലൈൻ ചെയ്താണ് ഞാൻ പോകാറ്. അപ്പോൾ ഇത് സെയിം പേൾ കോട്ടൺ ത്രെഡ് ഒരു സ്ട്രാൻഡ് തന്നെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2 സ്ട്രാൻഡ്സ് ആക്കിയിട്ടില്ല, ഒരു സ്ട്രാൻഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു വട്ടം ചുറ്റി താത്തുക, നല്ലോണം വലിച്ചു പിടിച്ചിട്ട് അത് താത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു തടുപ്പ് പോലെ കുറച്ചുകൂടി തടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് 2 സ്ട്രാൻഡായിട്ട് എടുക്കുക. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് വരുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ത്രെഡ് നല്ലോണം വലിച്ചു പിടിച്ച് ചുറ്റിയിട്ട് നല്ലോണം വലിച്ചു പിടിച്ചിട്ട് തന്നെ ത്രെഡ് ഇങ്ങനെ നല്ലോണം വലിച്ചു പിടിക്കണം, അല്ലെങ്കിൽ അത് അഴഞ്ഞു പോകും. വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ വേണം നീഡിൽ ആ തൊട്ടടുത്ത് തന്നെ നമ്മൾ കുത്തിപ്പൊക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിത്താത്തുക. എന്നിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, അഴഞ്ഞു വിടരുത്. അപ്പോഴാണ് ടൈറ്റായിട്ടുള്ള ആ ഒരു നോട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോഴാണ് ഫ്രഞ്ച് നോട്ട് വൃത്തിയായി വരാത്തത്. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് ഇതൊരു ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ തയ്ച്ച് തീർക്കുക. ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് നമുക്ക് ബാക്കിയത്തെ 3 ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ തയ്ക്കാം. ഇവിടെ വരുമ്പം വീറ്റിഷ് ഗോൾഡൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും ചെയ്യുന്നത്. ബാക്കി 2 ഇവിടെയും മെറൂൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ലൈൻ തയ്ക്കാം. അപ്പോൾ ഇത് 3 തീർത്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കടായി കമ്മലും തയ്ച്ചു കഴിഞ്ഞാൽ നടുക്കുള്ള ഫ്രഞ്ച് നോട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ക്വയറാണ് തയ്ക്കേണ്ടത്. സ്ക്വയർ തയ്ക്കാനായിട്ട് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എടുത്തേക്കുന്ന ക്രോസ് ആയിട്ട് തയ്ക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ അടുത്തേക്കൂടെ അടുപ്പിച്ച് ക്രോസ് തയ്ക്കാൻ, ഹെയർ ഇൻ ബോൺ പോലെ അല്ലെങ്കിൽ ക്രോസ് സ്റ്റിച്ച് പോലെ ക്രോസ് തയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേൾ കോട്ടൺ ത്രെഡ് തന്നെ ഈ കളറാണ്, ഒരു മെറൂൺ കളർ ആ ത്രെഡാണ് എടുക്കുന്നത്. അത് തന്നെ 2 ഇതായിട്ട് എടുത്തിട്ട് ഒരുമിച്ച് താഴെ കെട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ 2 ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ താഴെ കെട്ടിട്ടിരിക്കുക, കുറച്ചും കൂടെ തടുപ്പ് കിട്ടാൻ, എന്ന് വെച്ചാൽ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. കടായി കമ്മൽ ഇവിടെ തയ്ച്ചേക്കണത് നല്ല എടുത്താണ് നിൽക്കുന്നത്. എംപോസ് ചെയ്ത് അത്രയും വട്ടം എടുക്കണ കാരണം എംപോസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് എംപോസ്ഡ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വെട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഞാനിവിടെ 2 ലൈൻസ് ഈ ഡിസൈനിൽ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, സെയിം ലെവലിൽ തന്നെ സെയിം സൈസിലുള്ള ക്രോസ് കിട്ടാനായിട്ട്. ഇപ്പം വരയ്ക്കാണ്ട് ഏകദേശം അളവിൽ തയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ലൈൻ വരച്ച് വെച്ചാൽ മതി, 2 ലൈൻ വരയ്ക്കണമെന്നില്ല. ഇപ്പം സെയിം സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആദ്യം വേണമെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് പോയിട്ട് ജസ്റ്റ് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് തയ്ച്ച് വന്നാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേ ക്രോസ് തയ്ച്ച് തന്നെ ഇത് ഇങ്ങനെ പോയിച്ചാലും മതി. 2 രീതിയിൽ നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് തയ്ച്ചു, അതിൻ്റെ മേളിൽ നിന്ന് തന്നെ താഴത്തോട്ടൊന്ന് തയ്ക്കുന്നു. അപ്പം ഇങ്ങനെ ക്രോസ് തയ്ച്ച് പോകാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു ടേൺ അങ്ങോട്ടേക്ക് ഒരു സൈഡിലോട്ട് തയ്ച്ച് പോവുക. ഇതുപോലെ വീണ്ടും അങ്ങോട്ടേക്ക് തയ്ച്ച് പോയിട്ട് റിട്ടേൺ വരുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ ക്രോസ് ആയിക്കോളും. ഇങ്ങനെ ഈ ഒരു അറ്റം വരെ തയ്ക്കുക. നമ്മുടെ ഈ ലൈൻ എങ്ങനെയാണ് ആ ഒരു അറ്റം വരെ തയ്ച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തയ്ച്ച് വന്നേച്ചാൽ മതി.
അപ്പോൾ ഏത് എളുപ്പം എന്ന് ചോദിച്ചാൽ അത് ചെയ്യാം. ഞാനിപ്പം ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും ഞാൻ തയ്ക്കുന്നുള്ളൂ. ബാക്കി അതുപോലെ തന്നെ ബാക്കിത്തെ സ്ക്വയേഴ്സിൻ്റെ ഔട്ട്ലൈനും ഇതുപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് ഇത് അടുപ്പിച്ച് തയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി അടുപ്പിച്ച് തയ്ക്കാം. അടുപ്പിച്ച് ഫുൾ സ്ക്വയറും ഇതിൻ്റെ ബൗണ്ടറി ഫുള്ളും ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് ഈ സെയിം ത്രെഡ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് അതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് വെച്ചിട്ട് ഫുൾ ബൗണ്ടറിയും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നടുക്കേ കൂടെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടുക്കേ കൂടെയുള്ള സെപ്പറേഷൻ കുറച്ച് അകന്നാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. അതേസമയത്ത് പുറത്തേ കൂടെയുള്ള ബൗണ്ടറി ക്രോസ് അടുപ്പിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് തയ്ക്കാം, അകത്തി വേണമെങ്കിൽ അകത്തിയും തയ്ക്കാം. അപ്പോൾ ഇതൊരു ഒത്തിരി കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, മീഡിയം കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി തെറിച്ച് അങ്ങനെ നിൽക്കത്തില്ല. ആകെ ഈ ഒരു കുറച്ച് കളേഴ്സ് തെറിച്ചിട്ടുള്ളൂ. ബാക്കി ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി എടുപ്പുള്ള ഇതല്ല. അപ്പോൾ ഈ ഏജിലുള്ള ആൾക്കാർക്കും തെറിച്ച് കളേഴ്സ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ബ്രൈറ്റ് കളേഴ്സ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നീഡിലെടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എടുക്കുമ്പം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 2 ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ആങ്കർ ത്രെഡാണ് എടുക്കണമെങ്കിൽ 6 സ്ട്രാൻഡ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് തയ്ക്കാനും ഫ്രഞ്ച് നോട്ട് തയ്ക്കാനും അതുപോലെ തന്നെ ഇവിടെ ബൗണ്ടറി തയ്ക്കാനും 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താൽ മതി. പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ ഇവിടെ 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുക ബൗണ്ടറി തയ്ക്കാൻ. ബാക്കിയെല്ലാം സിംഗിൾ സ്ട്രാൻഡ്സിലാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പേൾ കോട്ടൺ ആങ്കർ ത്രെഡും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഡിഫറൻസസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.